സുൽത്താനുൽ ഉലമ നമുക്ക് വലിയ ഉദാഹരണം. ഉസ്താദിന്റെ അടുത്ത് എന്താണുള്ളത്? അറിവാണ്. ഏത് ആളുകൾ, ഏത് പാർട്ടിക്കാർ ഏത് കാലത്ത് ഭരിച്ചാലും, ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ, അവരൊക്കെ ഉസ്താദിന്റെ അടുത്ത് വരികയാണ്. അതെന്തുകൊണ്ടാണ്? ഇൽമിന്റെ പവർ അതാണ്. ആ മഹത്വമേറിയ വിഭവമാണ് കെ ഉസ്താദിനെ എല്ലാവരുടെയും ഹൃദയത്തിൽ അവിടത്തോട് മഹബത്തുണ്ടാക്കാൻ കാരണമായത് എങ്കിൽ ആ വിഷയത്തിൽ ഉസ്താദ് വളരെയേറെ ഉയർന്ന ആള് തന്നെയാണ്. മർകസു സഖാഫത്തി സുന്നിയയിൽ പഠിക്കുന്നത് ചെറിയ കുട്ടികളല്ല. വളരെയേറെ മുതാലഅ നടത്തി 2 or 3 ആവർത്തി വായിച്ചെങ്കിൽ മാത്രം ദർസ് നടത്താൻ സാധിക്കുന്ന ഗ്രന്ഥമാണ് ജംഉൽ ജവാമി. ആ കിതാബെല്ലാം വളരെ നിഷ്പ്രയാസം ഓതിക്കൊടുക്കാൻ കഴിവുള്ള നല്ല പ്രാപ്തനായ പണ്ഡിതൻ തന്നെയായിരുന്നു മഹാനായ കെ ഉസ്താദ്. അതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 മുശാവറ അംഗങ്ങളിലെ മുതിർന്ന ഒരംഗമായാണ് മഹാനവറുകൾ നമ്മോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അഭിമന്യരായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായി ഏറെക്കാലം ദർസു നടത്തി പിന്നെയാണ് മർകസു സഖാഫത്തി സുന്നിയിലേക്ക് വരുന്നത്. ഞാൻ ഖുതുബ ഓതുന്ന വടകര പുതിയ സ്റ്റാൻഡിലെ പള്ളിയിലൊക്കെ വരുന്ന പഴയമക്കാരായ ആളുകൾ പറയാറുണ്ട്, കെ ഉസ്താദ് അവിടെ അടക്കാത്തെരുവിൽ ദർസ് നടത്തിയ കാലത്തെ കുറിച്ച്. ആ കാലഘട്ടത്തിൽ ശുദ്ധമായ മലയാളത്തിൽ വഅള് പറയുന്ന ഉസ്താദ് എന്നാണ് അവരൊക്കെ മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിൽ സാഹിത്യത്തിൽ വഅള് പറയൽ കെ ഉസ്താദ്, നല്ല ഭാഷയിൽ വഅള് പറയുന്നതാണ്. നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഉസ്താദിന്റെ വഅളിന്റെ അങ്ങനത്തെ കാലം കഴിഞ്ഞു. പിന്നെ സംഘടനാ ക്ലാസുകളും പ്രസംഗമൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ നാട്ടുകാരൊക്കെ പറയുന്നത് വല്ലാത്ത വഅളായിരുന്നു, നല്ല ശബ്ദഗാംഭീര്യവും സൗന്ദര്യമുള്ള വഅളായിരുന്നു. ഇൽമിന്റെ മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ മഹാനവറുകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, പ്രാസ്ഥാനിക രംഗത്ത് ഉസ്താദ് തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമാണ്. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ബഹുമാനപ്പെട്ടവരിന്ന് നമ്മളോട് വിട പറയുമ്പോൾ അവിടുന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പദവി. സമസ്തയുടെ കേന്ദ്ര മുശാവറാംഗം എന്നതിന് പുറമെ നമ്മുടെ മദ്രസ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന SMA സംസ്ഥാന അധ്യക്ഷൻ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാമായ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഉപാധ്യക്ഷൻ, അതേപോലെ തന്നെ SJMന്റെ ഉപാധ്യക്ഷനാണ്, വിദ്യാഭ്യാസ ബോർഡിന്റെ ഉപാധ്യക്ഷനാണ്. മർകസു സഖാഫത്തി സുന്നിയ കുല്ലിയായ കാലമുണ്ട്, ഇപ്പം ജാമിഅയാണ്. ശരീഅത്ത് കോളേജായ കാലത്ത് അന്നത്തെ വൈസ് പ്രിൻസിപ്പളായി. ഇപ്പൊ മർകസു സഖാഫത്തി സുന്നിയുടെ വൈസ് പ്രസിഡന്റാണ്. ഈ രീതിയിൽ നമ്മളെ പ്രസ്ഥാനത്തിന്റെ എല്ലാ ഘടകങ്ങളുടെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ടവർ എപ്പോഴും സംഘടന എന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ഉസ്താദിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, എന്താണ് അങ്ങനെ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം? നമ്മൾ ഓർക്കണം, ഇന്ന് ചില ആളുകളുടെയെങ്കിലും മനസ്സിലുണ്ട്, എന്തിനാ സംഘടന ഇല്ലെങ്കിലും ഇവിടെ ദീന് നൽകുന്ന പോലെ എന്നൊക്കെ ചോദിക്കുന്നു. സത്യം വിളിച്ചു വരണമെങ്കിൽ സംഘടന പാടില്ല. കാരണം സംഘടനയെ ചുറ്റുപാടിലുകൊണ്ട് ഒരു മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല. ആ ഫ്രെയിമിനകത്തുനിന്ന് അതിലൊപ്പിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ പലതും സത്യം മൂടി വെക്കേണ്ടി വരും. മൂടി വെച്ചിട്ടില്ലെങ്കിൽ പലതും വിഗ്രഹങ്ങൾ വഞ്ചിക്കപ്പെടില്ല, പലതും ഉടയില്ല. ആ ഉടയാൻ വേണ്ടിയിട്ട് സത്യം പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ നിന്നും പതുക്കെ ഇറങ്ങേണ്ടി വരും. നമ്മൾ അറിയേണ്ടത്, ഇവിടെ ഇസ്ലാമിക ഭരണ സംവിധാനമോ ഖിലാഫത്തൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ, ലോകത്തൊരിടത്തും ഇല്ല. എന്നാൽ ലോകത്തൊരിടത്തുമില്ലാത്ത വിധം വ്യവസ്ഥാപിതമായ മുസ്ലിം ജീവിതം ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സംഘടനാ സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ വെറുതെ രാവിലെ എഴുന്നേറ്റൊന്ന് നെഞ്ചത്ത് കൈവച്ചൊന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എന്താ നമ്മളെ കേരളത്തിൽ നടക്കുന്നത്? 6 മണിയാകുമ്പം ലക്ഷക്കണക്കായ മുസ്ലിം വീടുകളിൽ നിന്ന്
മുഖമക്കന ധരിച്ച പെൺകുട്ടികളും തലയിൽ തൊപ്പി ധരിച്ച ആൺകുട്ടികളും ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ. ഓരോ മഹലിന്റെയും കേന്ദ്രങ്ങളിൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ മദ്രസ കെട്ടിടങ്ങളിലേക്ക് ചെന്ന് ഫാത്തിഹ ഓതി, ഖുർആൻ ഓതി, ഫിഖ്ഹ് പഠിച്ചു, അഖീദ പഠിച്ചു, തജ്വീദ് പഠിച്ചു, താരീഖ് പഠിച്ച് സ്വലാത്ത് ചൊല്ലിയവർ ഇറങ്ങിപ്പോരാ. എത്ര ലക്ഷക്കണക്കായ വിദ്യാർത്ഥി ഒരെണ്ണയിട്ട യന്ത്രം പോലെ ദിവസവും ഇത് നടക്കുക. ഇതിനു വേണ്ടി ആരും ഇവിടെ ഒന്നും ഇളക്കി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാ ഓർഡറിൽ പോവുക. അതിന് പരീക്ഷയുണ്ട്, അത് പരിശോധിക്കപ്പെടുന്നുണ്ട്, മാർക്ക് ലിസ്റ്റ് കൈമാറുന്നുണ്ട്, മുഫത്തിശുമാര് വരുന്നുണ്ട്. നമ്മളെ ഈ ഒരു സംസ്കാരവും ജീവിതവുമെല്ലാം ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി ഇവിടെ നിലനിൽക്കുന്നതാണ്. ഇത് ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന ഒരു സംഗതിയാണ്. ഈ സംഘടനാ സംവിധാനം ഇല്ലാത്ത ധാരാളം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. അവിടെ നിങ്ങൾ പോയി നോക്കൂ. ഒരു ഇസ്ലാമിക സംസ്കാരത്തെയോ മൂല്യബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജീവിതത്തെയോ നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇസ്ലാമിക ഭരണ സംവിധാനത്തിന്റെ അഭാവത്തിൽ ഈ വിധത്തിലുള്ള ശാസ്ത്രീയമായ ഒരു സംഘടനാ സംവിധാനമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സംവിധാനം എങ്ങാനും തകർന്നു പോയാൽ മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരവും മതബോധവും തകർന്നു പോകുമെന്ന ഉത്തമ വിശ്വാസം അഭിനന്ദനായ KK ഉസ്താദിനുണ്ടായിരുന്നു. വളരെ മുമ്പൊരിക്കൽ ഞാൻ സിറാജിലെ ഒരു ലേഖകനെ ഉസ്താദ് അവർകൾ ഉപദേശിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് പത്രത്തിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നേതാക്കളുടെ പേര് കൊടുക്കുമ്പോൾ ചില ആളുകൾ പല ടൈറ്റിലും കൊടുക്കും. ഖുർആൻ പണ്ഡിതനായ, മറ്റേതായ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിശേഷണങ്ങളും. ഉസ്താദ് പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങൾ അതല്ല കൊടുക്കേണ്ടത്. അദ്ദേഹം സംഘടനയിൽ വഹിക്കുന്ന സാരഥ്യം എന്താണോ അതിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതെന്തിനാണ്? അതിലൂടെയാണ് ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. അതിന്റെ ഗുണാർക്ക ആ ആൾക്കല്ല, പ്രസ്ഥാനത്തിനാണ്. ഇതാണ് ആ ചിന്ത. ആ രീതിയിലായിരുന്നു എവിടെയും പ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. ആ രീതിയിൽ നമ്മളെ പ്രസ്ഥാനത്തിനും നമ്മളെ സ്ഥാപനങ്ങൾക്കും അനേകം വ്യക്തികൾക്കും മാർഗദർശകനായ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് വിഷയത്തിലും ഇടപെട്ടാൽ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ AP ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആലങ്കാരികമായി പറയണ്ടല്ലോ, വലങ്കയ്യായി പ്രവർത്തിക്കാൻ. അത് ആലങ്കാരികമല്ല, അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായി. ഇടക്കാലത്ത് മർക്കസു സഖാഫത്ത് സുന്നിയിലെ IT കോളേജില് നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില വിവാദങ്ങളൊക്കെ, ചില കോഴ്സുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ ഉസ്താദുമാര് വിഷയം പരിഹരിക്കാൻ വേണ്ടി ഹാളിൽ മീറ്റിംഗ് വിളിച്ചു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ വന്ന് നിറഞ്ഞു കവിഞ്ഞു. അവിടെ മീറ്റിംഗിന് നേതൃത്വം കൊടുക്കുന്ന പ്രായമുള്ള ഒരാൾക്ക് ഒന്ന് അവിടുന്ന് പുറത്തു പോകേണ്ടി വന്നു. എന്തിനാണ്? അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒന്ന് ഒളു പുതുക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പം ഈ കൂടിയ ആളുകൾ പറഞ്ഞു, അനങ്ങാൻ സംഭവിക്കൂല, ഞങ്ങളെ പ്രശ്നം പരിഹരിക്കാതെ മൂത്തുറയിക്കാൻ വിടൂല. കുടുങ്ങിയ ആൾക്കാർ. അവിടെയാണ് KK ഉസ്താദിന്റെ ധൈര്യവും ആ പവറും പ്രകടിപ്പിച്ചത്. ഉടനെ ളുഹുർ ബാങ്ക് കൊടുത്തു. രാവിലെ ഇരുന്ന ളുഹുർ ബാങ്ക് കൊടുത്തു. ഉസ്താദ് എഴുന്നേറ്റ് ഉറക്കെ അങ്ങ് പറഞ്ഞു, മാറിയിൽ കടാ നിസ്കരിക്കണം. ഈ നിന്ന് തടിച്ചുകൂടിയ ആളുകൾ മുഴുവനും മാറിക്കൊടുത്തു. ഉസ്താദ് അതിലൂടെ സ്റ്റേഡിയമിലുള്ള ആളുകൾ ഇതിൽ പുറത്തു വിടൂല. ആ ശബ്ദത്തിന്റെ മുമ്പിൽ എല്ലാവരും മാറുക. അതുകൊണ്ട് തന്നെ ചിലപ്പോ ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട മർക്കസിൽ വരുന്ന വിഷയങ്ങൾ, പല മഹലിന്റെയും കേസുകൾ, സംഘടനകളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കാൻ AP ഉസ്താദ് പറഞ്ഞേക്കാറുള്ളത് KK ഉസ്താദിന്റെ അടുത്തേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ.